നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ മത്സരം വിജയിച്ച് താൽക്കാലികമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയ റയൽ മാഡ്രിഡിനെ അവിടെ നിന്ന് പുറത്താക്കി ബാഴ്സ തങ്ങളുടെ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുന്നു. ഒവീഡോക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ആദ്യ പകുതി കണ്ടപ്പോൾ ബാഴ്സ അത്ര മികച്ച പ്രകടനമല്ല, ബോറൻ കളി എന്നൊക്കെ കരുതിയവരും വിമർശിച്ചവരും ഒക്കെയുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു, റാഫീഞ്ഞ ഗോളടിച്ചു, യമാൽ ഗോളടിച്ചു, ഓൾമോ ഗോളടിച്ചു. യെസ്, 3-0 തകർപ്പൻ വിജയം തന്നെ റയൽ ഒവീഡോക്ക് മേൽ നേടിക്കൊണ്ട് ബാഴ്സലോണ ലലീഗയിലെ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുന്നു. 21 കളികളിൽ നിന്ന് FC ബാഴ്സലോണക്ക് 52 പോയിന്റും അത്രയും കളികളിൽ നിന്ന് റയൽ മാഡ്രിഡിന് ഇപ്പോൾ 21 പോയിന്റുമാണ്. ലാലിഗയിൽ കട്ട പോരാട്ടം, കടുത്ത പോരാട്ടം നടക്കുന്നു എന്നർത്ഥം. ഏതായാലും ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ലാമിനെ യമാലും ഒക്കെ ഒരുമിച്ചാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇറങ്ങിയത്. എന്നാൽ ആദ്യ പകുതിയിൽ അവസരങ്ങളുണ്ടായിരുന്നു. ലെവൻഡോസ്കി കിട്ടിയ അവസരം അതൊന്നും ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നതോടുകൂടി ഇടവേള സമയത്ത് ഗോൾ രഹിതമായിട്ട് കളി നിന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കളി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബാഴ്സലോണ കാര്യങ്ങൾ ഏറ്റെടുത്തു. ഡാനി ഓൾമോയുടെ ഗോളിലൂടെ ലീഡ് പിടിച്ചു. പിന്നെ 57-ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞയുടെ ആ ഗോൾ, അതോടുകൂടി 2-0 ലീഡിലേക്ക് FC ബാഴ്സലോണ കടന്നുപോയി. തുടർന്ന് ഒൽമോയുടെ അസിസ്റ്റിൽ നിന്നാണ് ലാമിനെ യമാലിൻ്റെ ഗോളും പിറക്കുന്നത്. അതോടുകൂടി ഗോളും അസിസ്റ്റുമായിട്ട് ഒൽമോ മികച്ച പ്രകടനം നടത്തി 3-0 തകർപ്പൻ വിജയം ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.